അടുക്കളയൊക്കെ ഒതുക്കി റൂമിലേക്ക് നൂർജഹാൻ എത്തുമ്പോൾ ഹക്കീം അവളെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്നത്തെയും പോലെ അവളെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ എല്ലാത്തിനും ജീവൻ വെച്ചു. അവൻ്റെ കൂടാരത്തിലേക്ക് ഒളികണ്ണിട്ട് നോക്കിക്കൊണ്ട് നൂറ അടുത്തേക്ക് ചെന്നു. പിന്നീട് അങ്ങോട്ട് എതിർപ്പോ പ്രതിഷേധവുമില്ലാതെ അവളുടെ കടമകൾ അവൾ നിറവേറ്റി. പക്ഷേ അപ്പോഴും അവൾക്ക് നിരാശയായിരുന്നു ഫലം. അവനാണെങ്കിൽ അതിനൊന്നും സാധിക്കാറുമില്ല. എല്ലാം കഴിഞ്ഞ് ഹക്കീം ഇടതുവശത്തേക്ക് ചരിഞ്ഞും കിടന്നു. അവൾക്കിത് പരിചിതമാണ്. ഇതും ജീവിതത്തിൻ്റെ കെട്ടുറുപ്പിന് നടത്തിപ്പോരുന്ന ഒരാചാരം. അധികം വൈകാതെ ഹക്കീം ഉറക്കത്തിലേക്ക് വഴുതി വീണു. നൂറിന് എന്തോ ഒരു കുറവ്. കുറച്ച് നാളായി അതുണ്ട്. എന്താണെന്ന് അവൾക്കറിയാത്തൊരു നഷ്ടബോധം. അവൾ സംതൃപ്തിയല്ല എന്നൊരു തോന്നൽ. അവളുടെ കൂട്ടുകാരികൾ പറഞ്ഞ് ഒരുപാട് കഥകൾ അവൾ കേട്ടിട്ടുണ്ട്. അവളുടെ ജീവിതത്തിൽ ഇന്നുവരെ നടക്കാത്ത, അവൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അവരുടെ അനുഭവങ്ങൾ. തൻ്റെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്ത, സത്യമോ മിഥ്യയോ എന്നറിയാത്ത കാര്യങ്ങൾ ആലോചിച്ച് അവൾ പതിയെ മയക്കത്തിലേക്ക് വീണു. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് അവരുടെ ഈ പുതിയ വീട്ടിലെ ഫർണിച്ചർ ഉണ്ടാക്കാൻ ഇന്നു മുതൽ പണിക്കാർ വരുമെന്ന് ഹക്കീം അവളെ ഓർമ്മിപ്പിക്കുന്നത്. നൂറയും ഹക്കീമും പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് കുറച്ചേ ആയുള്ളൂ. ഫർണിച്ചർ വാങ്ങാൻ വേണ്ടി അവർ കുറച്ച് അലഞ്ഞു. പക്ഷേ കിട്ടിയില്ല. അങ്ങനെയാണ് പണിയിപ്പിക്കാമെന്ന് തീരുമാനിച്ചത്. ഇക്ക, അവരെപ്പോൾ വരും? ഹക്കീമിന് ചായ പകർന്നുകൊണ്ട് നൂറ ചോദിച്ചു. 8:30 എന്നാണ് പറഞ്ഞത്. എത്ര ആളുണ്ടാകും? 3. നമ്മുടെ രമേശൻ ചേട്ടനും പണിക്കാരുമാണ്. അവർക്ക് ചായയും ഭക്ഷണവും നമ്മൾ കൊടുക്കണോ ഇക്ക? ആ, ചായ കൊടുത്തോ, ഭക്ഷണം അവർ മാനേജ് ചെയ്തോളൂ. ഓക്കെ. ചായ കുടിച്ച് ഏകദേശം 8 മണിയോടെ ഹക്കീം ഇറങ്ങി. നൂറ വേഗം പോയി ഒന്ന് ഫ്രഷായി വന്നു. 8:30 ആയപ്പോൾ കോളിംഗ് ബെൽ ശബ്ദിച്ചു. അതവൾ പ്രതീക്ഷിച്ചിരുന്നു. അവൾ വേഗം തന്നെ വാതിൽ തുറന്നു. ആ മോളെ, ഹക്കീം പോയോ? രമേശൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. രമേശനെ നൂർജഹാൻ അറിയാം. ഇതിനു മുന്നും വീട്ടിലെ 1-2 ആവശ്യങ്ങൾക്ക് അയാൾ വന്നിട്ടുണ്ട്. ഒരു പാവം പിടിച്ച മനുഷ്യൻ. ആ, പോയി. രമേശൻ്റെ പിന്നിൽ നിന്നിരുന്ന പണിക്കാരെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ഇപ്പോൾ മലയാളികളൊന്നും കിട്ടാറില്ല മോളെ. ഇവർ പുതിയ പണിക്കാരാ, രമേശൻ പറഞ്ഞു. ഇവർക്ക് മലയാളം അറിയോ? നൂറ ചോദിച്ചു. ആ, അറിയാം ചേച്ചി. 6 അടിയോളം ഉയരം വെച്ച ഉറച്ച ശരീരമുള്ള മുത്തുവാണ് അതിന് ഉത്തരം പറഞ്ഞത്. ആള് ഒരു തമിഴനാണ്. ഒരു 23-24 വയസ്സ് പ്രായം വരും. ഞങ്ങൾ 5-6 കൊല്ലമായി കേരളത്തിലുണ്ട്. മലയാളം അത്യാവശ്യം പറയാനറിയാം, കേട്ടാലും മനസ്സിലാകും. അത് പറഞ്ഞത് ചരൺ എന്ന ചോട്ടുവാണ്. ചോട്ടു ബംഗാളിൽ നിന്നും വന്നതാണ്. നൂറ രണ്ടാളോടും ചിരിച്ചു. രമേശ് ഏട്ടാ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അതും പറഞ്ഞ് നൂറ അകത്തേക്ക് പോയി. തിരിഞ്ഞു നടക്കുന്ന നൂറയിലായിരുന്നു മുത്തുവിൻ്റെയും ചോട്ടുവിൻ്റെയും കണ്ണ്. രമേശൻ അവർ ചെയ്യേണ്ട പണികൾ പറഞ്ഞു കൊടുത്ത് അയാളുടെ ജോലികൾ തുടങ്ങി. 11 ആയപ്പോൾ നൂർ അവർക്കുള്ള ചായയുമായി വന്നു. അവൾ രമേശന് ചായ കൊടുത്തു. അവരെവിടെ? അവർ വീടിൻ്റെ പിന്നാലെ ആ ഷെഡിലുണ്ട്. അവിടെ മരം കട്ടിയുന്നുണ്ടാവും. ഞാനിത് അവർക്ക് കൊടുത്തിട്ട് വരാം. നൂറ അതും പറഞ്ഞ് ഷെഡിൻ്റെ നേരെ നീങ്ങി. നൂറ അവിടെ എത്തിയപ്പോൾ തട്ടുന്നതിൻ്റെ മുട്ടുന്നതിൻ്റെ ശബ്ദമൊന്നും കേട്ടില്ല. അവൾ പതിയെ അകത്തേക്ക് കയറിയപ്പോൾ അവർ ഫോണിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുമുണ്ട്. അവൾ അവിടെ പോയി നോക്കിയ ആ നിമിഷം അവളുടെ ഹൃദയം ഒന്ന് ശക്തിയായി പിടിച്ചു. അവൾ അറിയാതെ ഒരു നെട്ടൽ ശബ്ദം പുറത്തേക്ക് വന്നു. അത് കേട്ട് ചോട്ടുവും മുത്തും തിരിഞ്ഞു നോക്കി. അവർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ കണ്ടു എന്നത് അവരിലും ഒരു നെട്ടലുണ്ടാക്കി. കുറച്ചു സമയം അവിടെ ഒരു നിശബ്ദത നിറഞ്ഞു. നൂറ പെട്ടെന്ന് തന്നെ ആത്മസംയമനം വീണ്ടെടുത്തു. ഓഹോ,
ഇവിടെ പണിക്കെന്നും പറഞ്ഞ് വന്നിട്ട് ഇതാണല്ലേ നിങ്ങളുടെ പരിപാടി? ഞാൻ രമേശൻ ചേട്ടനോട് പറയട്ടെ നിങ്ങളുടെ കയ്യിലിരിപ്പ്. നൂറ അല്പം ഉറക്കെ തന്നെ പറഞ്ഞു പോയി. അയ്യോ ചേച്ചി, ആളോട് പറയല്ലേ, പിന്നെ ഞങ്ങളോട് പണിക്ക് വരണ്ടെന്ന് പറയും. അവരുടെ മുഖത്ത് ദയനീയ ഭാവം നിറഞ്ഞു. വേണ്ട, നിങ്ങൾ പണിക്ക് വരണ്ട. എവിടെ വന്നിട്ട് പണിയൊന്നും നടക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് വേറെ പണിയല്ല ചെയ്യാനുള്ളത്. നൂറ ചീറി. ഇത്ത പ്ലീസ്, ഇനി ആവർത്തിക്കില്ല. രമേശ് ചേട്ടനോട് പറയല്ലേ. ഇത്ത ഇത്ത ഈ ഫോൺ വെച്ചോ, പോകുമ്പോൾ തന്നാൽ മതി. ചോട്ടു തല താഴ്ത്തി ക്ഷമാപണം നടത്തി. അവരുടെ മുഖഭാവവും സംസാരവും കേട്ടപ്പോൾ അവളൊന്ന് അടങ്ങി. അവൾ ആ ഫോൺ വാങ്ങി. ഇന്ന് പോകുമ്പോൾ തരാം. ചായ ഗ്ലാസ് അവിടെ വെച്ച് ഫോണും കൊണ്ട് അവൾ തിരിഞ്ഞു പോയി. പോകുന്ന നൂറയെ നോക്കി അവർ രണ്ടാളും നിന്നു. നീ നോക്കിക്കോ മോനെ, നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ അതെല്ലാം ഞാൻ സ്വന്തമാക്കും, മുത്തു പറഞ്ഞു. മോനെ, അധികം പ്രതീക്ഷ തരല്ലേടാ, ചോട്ടു അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ നോക്കിക്കോടാ, അത് നമുക്കുള്ളതാ, അവരതും പറഞ്ഞ് ചിരിച്ചു. അകത്ത് കയറി വാതിലടച്ചിട്ടും അവളുടെ ഉള്ളിലെ ആ നടുക്കം കുറഞ്ഞില്ല. ഒറ്റ നിമിഷമേ കണ്ടുള്ളൂ, എങ്കിലും അതവളുടെ തലച്ചോറിൽ തിങ്ങി നിന്നു. അവൾ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, മനസ്സ് ശാന്തമാക്കാൻ ശ്രമിച്ചു. പക്ഷേ സാധിക്കുന്നില്ല. കണ്ടത് വീണ്ടും കാണാൻ അവളുടെ മനം വെമ്പി. വിറയ്ക്കുന്ന കൈകളാൽ അവളവൻ്റെ ഫോൺ ഓണാക്കി. പാസ്വേഡ് ഇല്ലാത്ത കാരണം അത് തുറന്നു വന്നു. അതിലുള്ളതെല്ലാം കണ്ട് നൂറൻ്റെ കണ്ണുകൾ വിടർന്നു. അവൾക്ക് അതിൽ നിന്നും കണ്ണുകൾ മാറ്റാനായില്ല. അവൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും അങ്ങനെയൊരു കാഴ്ച കണ്ടിട്ടില്ലായിരുന്നു. എല്ലാം അവൾക്കൊരു അതിശയം തന്നെയായിരുന്നു. അവളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. നൂറൻ്റെ കൈകൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾക്കൊരിക്കലും ഇങ്ങനെ നടന്നിട്ടില്ല. ഹക്കീമിൻ്റെ കൂടെ ഉള്ളത് ഇതിൻ്റെ ഏഴിലൊന്നിലും എത്തില്ല. അവൾ പെട്ടെന്ന് ഫോൺ ഓഫാക്കി. ആ കുറച്ച് സമയം കൊണ്ട് നൂറയിൽ 1000 ചോദ്യങ്ങൾ ഉയർന്നു. ഇതൊക്കെ ശരിക്കും ഉള്ളതാണോ? ഇങ്ങനെയൊക്കെ പറ്റുമോ? ഇനിയും ഇതുപോലെ എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടോ? ഇപ്പോൾ കണ്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ ഹക്കീമിൻ്റെ കൂടെയുള്ളത് ഒന്നും തന്നെ അല്ലല്ലോ. ഞാനിനിയും ഒരുപാട് അറിയാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അവളുടെ മനസ്സിൽ ആരോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. നൂറ നന്നായി ഒന്ന് ശ്വാസമെടുത്തു. വീണ്ടും അവൾ നോർമലായി. ആ ഫോൺ അവൾ മാറ്റിവെച്ചു. അവരുടേതായ കാര്യങ്ങളിൽ മുഴുകി. അന്ന് വൈകുന്നേരം രമേശേട്ടൻ്റെ കയ്യിൽ കൂലി കൊടുത്തു. അയാൾ അതും വാങ്ങി നടന്നു തുടങ്ങുമ്പോൾ മുത്തുവും ചോട്ടുവും അവളുടെ അടുത്തേക്ക് വന്നു. ചേച്ചി, ഫോൺ. അവൻ തല ചൊറിഞ്ഞുകൊണ്ട് ചോദിച്ചു. നിങ്ങൾ ഇതൊക്കെയാണോ കാണുന്നത്? ഫോൺ അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൾ ചോദിച്ചു. ഇത്താ, അതൊരു രസത്തിന് വേണ്ടി, ചോട്ടു ഒരെളിഞ്ഞ ചിരിയോടെ പറഞ്ഞു. ഇതാണോ രസം? അവൾ വെറുതെ ദേഷ്യം അഭിനയിച്ച് അവരോട് ചോദിച്ചു. അത് പിന്നെ ബോറടിച്ചപ്പോൾ ഒന്ന് ഉഷാറാകാനാണ് ഞങ്ങളത് കണ്ടത്, ചോട്ടു പറഞ്ഞു. ബോറടിക്കാൻ ഫ്രീ ആയിട്ടൊന്നും അല്ലല്ലോ നിങ്ങൾ ജോലിക്ക് വരുന്നത്. ക്യാഷ് എന്നെ അങ്ങോട്ട് തരുന്നില്ലേ? ഭർത്താവിനുള്ള ദേഷ്യം മനസ്സിൽ വെച്ച് അവൾ പറഞ്ഞു. സോറി ഇത്ത, ഇനി ഉണ്ടാകില്ല, ഞങ്ങളോട് ക്ഷമിക്കണം, അവർ രണ്ടുപേരും നൂറുടെ മുന്നിൽ കൈകൂപ്പി പറഞ്ഞു. പക്ഷേ അവരുടെ നോട്ടം അവളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തുന്നത് അവൾ അറിഞ്ഞു. തൊണ്ട വരണ്ടവൾ ഒന്നും മിണ്ടാതെ കുറച്ചു നേരം അവരെ തന്നെ നോക്കി നിന്നു. പലതും മനസ്സിലേക്ക് കയറി വന്നവൾ രണ്ടും കൽപ്പിച്ചുകൊണ്ട് മുഖം താഴ്ത്തിക്കൊണ്ട് അവരോട് ചോദിച്ചു. അത് ശരിക്കും ഇങ്ങനെ ഈ കണ്ടതുപോലെയാണോ എല്ലാവരും ചെയ്യുക? അവളുടെ ചോദ്യം കേട്ട് ചോട്ടുവിൻ്റെയും മുത്തുവിൻ്റെയും കണ്ണുകൾ ഒന്ന് വിടർന്നു. അവർ പരസ്പരം നോക്കി ചിരിച്ചു. ആയിത്ത, ഒരുപാടുണ്ട്, അതിൽ ഒരെണ്ണം മാത്രമാണ്. നന്നായി നിന്ന് നോക്കിക്കൊണ്ട് ധൈര്യത്തിൽ മുത്തു പറഞ്ഞു. നൂറാൻ്റെ മുഖം ഒന്ന് ചുവന്നു. പക്ഷേ അവളുടെ ക്യൂരിയോസിറ്റി അതിന് മുകളിലായിരുന്നു. പക്ഷേ ഇതിലാകെ ഒന്നല്ലേ ഉള്ളൂ. നൂറ അവരുടെ മുഖത്തേക്ക് നോക്കി ശബ്ദം താഴ്ത്തി ചോദിച്ചു. ഇതൊരു ഐസ് മലയുടെ തുമ്പ് പോലെയാണ്. ഇതെന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളല്ലേ, പക്ഷേ പരീക്ഷണം നടത്താൻ നമ്മൾ റെഡിയാവണമെന്ന് മാത്രം.
ചോട്ടു നൂറയുടെ അടുത്തേക്ക് ചെന്ന് നിന്ന് അവളുടെ ചെവിയിൽ മന്ത്രിക്കും പോലെ പറഞ്ഞു. അവളൊന്ന് മൂളി. താങ്ക്സ്, എനിക്കറിയാത്ത പുതിയ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തന്നതിന്. രണ്ടടി പിന്നിലേക്ക് വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ചോട്ടുവും മുത്തുവും പരസ്പരം നോക്കി ചിരിച്ചു. ഇത്താക്ക് കൂടുതൽ അറിയണമെങ്കിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാം, ചോട്ടു പറഞ്ഞു. അത്രയും തരത്തിൽ അവരത് പറഞ്ഞപ്പോൾ നൂറ് ശരിക്കും ഒന്ന് നെട്ടി. പക്ഷേ തന്നെക്കാൾ പ്രായം കുറവുള്ള നല്ല ആരോഗ്യമുള്ള ഇവന്മാരുടെ കൂടെ കൂടാനും പുതിയ പരീക്ഷണങ്ങൾ നടത്താനുമുള്ള ഒരു ത്രില്ല് അവൾക്ക് അനുഭവപ്പെട്ടു. പക്ഷേ താനൊരു വീട്ടമ്മയാണ്, ഭർത്താവിന് ഒരിക്കലും ചതിക്കാൻ കഴിയാത്ത ഒരു വീട്ടമ്മ. ഇനി മുതൽ പണി സമയത്ത് ഇത് തോണ്ടിയിരിക്കരുത്, അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി എടുത്തടിച്ച പോലെ പറഞ്ഞു. മുത്തുവിൻ്റെയും ചോട്ടുവിൻ്റെയും മുഖത്ത് തെളിച്ചം അപ്പോൾ തന്നെ കെട്ടു. അവർ പതിയെ തല കുടുക്കി. പക്ഷേ അവരുടെ നോട്ടം നൂറുടെ ഉള്ളിൽ ഒരു തിളയിളക്കം സൃഷ്ടിച്ചു. അവൾ വേഗം തിരിഞ്ഞു നടന്നു. അവളുടെ കാൽ നിലത്തുറയ്ക്കാത്ത പോലെ. ഒരിക്കൽ പോലും ഇങ്ങനൊരു അനുഭവം അവൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അവരുടെ സംസാരം വീണ്ടും വീണ്ടും അവളുടെ ചെവിയിൽ മുഴങ്ങി. അകത്ത് കയറി വാതിലടച്ചിട്ടും മുത്തുവിൻ്റെയും ചോട്ടുവിൻ്റെയും മുഖവും അവരുടെ കണ്ണിലെ തിളക്കവും അവളുടെ മനസ്സിൽ നിന്നും മാഞ്ഞില്ല. അന്ന് രാത്രി എന്നത്തെയും പോലെ ഹക്കീം അവളുടെ അടുത്ത് കിടന്ന് കൂർക്കം വിളിക്കുന്നുണ്ട്. എന്നാൽ നൂറെ ഉറക്കം കടാക്ഷിച്ചില്ല. അവളുടെ മനസ്സ് പല പല സത്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അവളുടെ ദിനചര്യ അവളെ ബോറടിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. എന്തെങ്കിലുമൊക്കെ ത്രില്ലിങ്ങായി ചെയ്യണം. അവളുടെ ഉള്ളിൽ ചൂട് പടരുന്നത് അവൾ അറിഞ്ഞു. എന്തൊക്കെയോ അവൾ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. അവൾ ഒരിക്കലും സ്വപ്നം പോലും കാണാത്ത പലതും. അവൾക്ക് മുത്തുവിനെയും ചോട്ടുവിനെയും മനസ്സിൽ നിന്നും ആട്ടി ഓടിക്കാൻ പറ്റുന്നില്ല. അവർ നോക്കിയ നോട്ടം, അവരുടെ കണ്ണിലെത്തി, വാക്കുകളിലെ തീക്ഷ്ണത ഓരോ നിമിഷം കഴിയും തോറും അവളുടെ ഉള്ളിലെത്തി ആളിക്കത്താൻ തുടങ്ങി. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനുള്ള തീക്ഷ്ണത കൂടിക്കൂടി വന്നു. പിറ്റേന്ന് രാവിലെ ഹക്കീം ഓഫീസിലേക്ക് ഇറങ്ങിയ ശേഷം നൂറ കണ്ണാടിയിൽ നോക്കി അവളുടെ ഭംഗി കുറച്ച് സമയം ആസ്വദിച്ചു. രമേശ് ചേട്ടൻ്റെ പിന്നാലെ ഗേറ്റ് കടന്ന് വന്ന മുത്തുവിൻ്റെയും ചോട്ടുവിൻ്റെയും കണ്ണുകളിൽ നൂറാൻ്റെ കണ്ണുടക്കി. ഇന്നലെ ഉണ്ടായിരുന്നേക്കാൾ തിളക്കവും ഒരു കുഞ്ഞി കള്ളത്തരവും അവരുടെ കണ്ണിലുണ്ടായിരുന്നു. നൂറ അവളുടെ സൗന്ദര്യത്തെ അവരെ കാണിക്കാനെന്നോണം അവരുടെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നടന്നു. പണികൾക്കിടയിലും നൂറയെ നോക്കാൻ കിട്ടുന്ന ഒരവസരവും അവർ വിട്ടുകളഞ്ഞില്ല. മുമ്പൊരിക്കലും അനുഭവിക്കാത്ത പലതും അവൾ അറിയാൻ തുടങ്ങി. അവളുടെ മനസ്സ് വീണ്ടും ഇന്നലയിലേക്ക് തെന്നി മാറിക്കൊണ്ടിരുന്നു. അതിലെ സൗണ്ടുകളെല്ലാം അവളുടെ ചെവിയിൽ അലയടിച്ചു. ചായയ്ക്ക് സമയമായപ്പോൾ വിറയ്ക്കുന്ന കാലുകളോടെ അവൾ അവരുടെ അടുത്തേക്ക് നടന്നു. മുത്തുവിൻ്റെയും ചോട്ടുവിൻ്റെയും മുഖത്തുള്ള കള്ളച്ചിരി അവൾ കണ്ടു. അവളുടെ ഓരോ ചലനവും അവർ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ചായയും കൊണ്ട് അവരുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും നൂറുടെ ഹൃദയം പേരമ്പഴം മുഴങ്ങാൻ തുടങ്ങിയിരുന്നു. ചായ അവർക്ക് കൊടുക്കുമ്പോഴാണ് അവരുടെ ഫോണിലെ തിളക്കം അവൾ ശ്രദ്ധിച്ചത്. ഈ ഫോൺ ഇനി എൻ്റെ കയ്യിലിരിക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെ പണി നടക്കില്ല, അവൾ കപട ഗൗരവം മുഖത്ത് വരുത്തി അവരോട് പറഞ്ഞു. അവർക്ക് ചായ കൊടുത്ത ശേഷം ആ ഫോണും കൊണ്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി. അകത്ത് കയറിയ ഉടനെ അവൾ വാതിലടച്ച് കുറ്റിയിട്ടു. കട്ടിലിൽ കയറി ചുമരിൽ ചാരിയിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവൾ അത് പ്ലേ ചെയ്തു. അവളുടെ കണ്ണുകൾ സ്ക്രീനിൽ തങ്ങി നിന്നു. പിന്നീട് അങ്ങോട്ട് ഒറ്റയ്ക്കുള്ള കലാപരിപാടി രസം അവളെന്ന് അറിയാൻ തുടങ്ങി. അതിൻ്റെ സംതൃപ്തിയാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എല്ലാം മാറിയപ്പോൾ അവൾ പതിയെ കണ്ണുകൾ തുറന്നു. അവളപ്പോഴും ഒരു കയ്യിൽ ആ ഫോൺ മുറുക്കി പിടിച്ചിരുന്നു. അങ്ങനെ അവളുടെ കൂട്ടുകാരികൾ അടക്കി പറഞ്ഞിരുന്ന ആ ദിവ്യാനുഭവം അവൾ ആദ്യമായി അറിഞ്ഞു. ഒരാത്മനിർവൃതിയോടെ അവൾ അവിടെ ഇരുന്നു. അല്പം കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് പോയി ഫ്രഷായി. ഇതുവരെ തോന്നാതിരുന്ന ഒരു ഉന്മേഷം അവളിൽ അലയടിച്ചു. അവൾ വീടിൻ്റെ പുറത്തേക്കിറങ്ങുമ്പോൾ മുത്തുവും ചോട്ടുവും ഒരു കള്ളച്ചിരിയോടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ? നൂറ പുരുകമുയർത്തി കണ്ണുകൾ കൊണ്ട് ചോദ്യം ആഞ്ഞു. പുതിയ പരീക്ഷണം നല്ലപോലെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ടല്ലോ, ചിരിച്ചുകൊണ്ട് ചോട്ടു പറഞ്ഞു. നൂറയുടെ കവിളുകൾ നാണത്താൽ ഒന്ന് ചുവന്നു.
അവൾ തല താഴ്ത്തി ഫോൺ അവൻ്റെ നേരെ നീട്ടി. ഫോൺ വാങ്ങുന്ന ടൈമിൽ അവൻ്റെ കൈ അവളുടെ കയ്യിലൊന്ന് തട്ടി. ഒരു ഷോക്കടിച്ച ഫീലായിരുന്നു നൂറയ്ക്ക്. അവൾ പെട്ടെന്ന് കൈ വലിച്ചു. ഇത്ത, ഇതെല്ലാം നല്ലതാ, എല്ലാവരും ചെയ്യുന്നതാ. ഇത്താക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അത് മതി, മുത്തു പറഞ്ഞു. പിന്നെ ഇത്തയുടെ ഫോൺ നമ്പർ ഒന്ന് തരുമോ? മുത്തു ചോദിച്ചു. അതെന്തിനാ? നൂറ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത് പുതിയ പരീക്ഷണങ്ങൾക്ക്, ഇത്താക്കും ഞങ്ങൾക്കും, ഒരു കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. ഒന്നാലോചിച്ച ശേഷം അവൾ നമ്പർ കൊടുത്തു. അധികം അവിടെ നിൽക്കാതെ അവൾ വേഗം തന്നെ വീടിൻ്റെ അകത്ത് കയറി അവൾ പോയി. കണ്ടതും നടന്നതുമെല്ലാം അവളുടെ മനസ്സിലേക്ക് അലയടിച്ചുകൊണ്ടിരുന്നു. ഒന്നറിഞ്ഞു പെരുമാറാൻ അവൾ കാത്തിരുന്നു. ഹക്കീം എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ അവൾ ആശിച്ചു. വൈകുന്നേരം ഹക്കീം കയറി വന്നു. നൂറയെ കണ്ടതും അവൻ്റെ കണ്ണ് തള്ളി. ഇതെന്താടോ ഈ നേരത്ത് ഈ കോലത്തിൽ? ഹക്കീം ചോദിച്ചു. എന്നാൽ അതിനൊരു മറുപടി പറയാതെ അവൾ അവനെയും വലിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. അപ്പോൾ ഈ കഥയുടെ ബാക്കി ഇനി ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതായത് ഈ കഥയുടെ ഫുൾ പാർട്ട്, ഇനി ഈ കഥ എങ്ങോട്ടാണ് പോകുന്നതെന്നും അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.